നമ്മുടെ സാമൂഹ്യ മണ്ഡലത്തെ കലുഷിതമാക്കാൻ വേണ്ടി പലതരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ശിരോവസ്ത്രം ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയൊരു വിവാദം വീണ്ടും ഉയർന്നു വന്നിരിക്കുകയാണ്. ഈയൊരു വിവാദം എത്ര കാലം കത്തിച്ചു നിർത്താം എന്നാണ് പലരും ആലോചിക്കുന്നത്. എങ്ങനെ ഇതില്ലായ്മ ചെയ്യാം എന്ന് ചിന്തിക്കുന്നതിന് പകരം പ്രധാനമായും എനിക്ക് പറയാനുള്ളത്, ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. വിവാദങ്ങൾ വന്നാൽ അവയെ വളരെ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യുകയും നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രശംസനീയമായ സാമൂഹിക അന്തരീക്ഷം, നമ്മുടെ ചരിത്രം നാം ഓർത്തുകൊണ്ട് അത് നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയുമാണ് വേണ്ടത്. പലപ്പോഴും എവിടെയെങ്കിലും സംഭവിക്കുന്ന ചെറിയ അബദ്ധങ്ങൾ അത് മറ്റുള്ളവരെ ഏറ്റെടുക്കുകയും ഊതി വീർപ്പിക്കുകയും വലുതാക്കുകയും ആണ് ചെയ്യുന്നത്. ഒരു സ്കൂളിലെ മുസ്ലിം വിദ്യാർത്ഥിനിക്ക് ശിരോവസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ വിദ്യാർത്ഥിക്ക് ആ സ്കൂളിലുള്ള പഠനം മുടങ്ങുകയാണ്. ഇതൊരു അധ്യാപകൻ്റെയോ അധ്യാപികയുടെയോ ഒരു സമയത്തുള്ള ചിന്തയിലെ ഒരു അബദ്ധം കൊണ്ട് സംഭവിച്ചതാകാനാണ് സാധ്യത. അത് പിന്നീട് പ്രിൻസിപ്പലിൻ്റെ ഭാഷ്യമായി മാറുന്നു, പൊതു രാഷ്ട്രീയ വിഷയമാകുന്നു, വർഗീയവൽക്കരിക്കപ്പെടുന്നു. അതിനെ കത്തിച്ചു നിർത്താൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ക്രിസ്തീയ സമൂഹത്തിൽ നിന്ന് അങ്ങനെയുള്ള ഒരു നിലപാടുണ്ടാകും എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുകയില്ല. നാളിതുവരെയായും വേദക്കാർ എന്ന നിലയ്ക്ക് മുസ്ലിം സമൂഹത്തോട് ഏറ്റവും വലിയ അടുപ്പം കാണിച്ചവരും നമ്മുടെ അനുഭവത്തിൽ ഏറ്റവും വലിയ സൗഹാർദ്ദം പുലർത്തിപ്പോരുന്നവരുമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതു തന്നെ, വലതജിദന്ന അഖ്റബഹും മവദ്ദതൻ ലില്ലദീന ആമനു അല്ലദീന ഖാലു ഇന്നാ നസ്വാറ. മുസ്ലിങ്ങളോട് ഏറ്റവും കൂടുതൽ സ്നേഹവും അടുപ്പവും കാണിക്കുന്നത് നസാറാക്കൾ എന്ന് പറയുന്നവരാണ് എന്നാണ്. അത് നമ്മുടെ അനുഭവത്തിലും നാം ധാരാളമായി കണ്ടിട്ടുള്ളതും ആണ്. മാത്രമല്ല, തലമറക്കുക എന്ന് പറയുന്നതിന് പ്രത്യേകിച്ചും ക്രിസ്ത്യാനികൾ എതിർക്കാൻ സാധ്യത വളരെ കുറവാണ്.